ആ പെണ്ണിനെ കൊല്ലുന്നതുകൊണ്ട് നമ്മുടെ കണക്ക് തീരില്ല. എടാ കൊച്ചനെ, നിനക്ക് ബുദ്ധിയുണ്ടെങ്കിൽ നീ കളമൊന്ന് മാറ്റി ചവിട്ട്. നിന്റെ കാൽച്ചോട്ടിൽ ഒരു ചുവന്ന പരവതാനി ഞാൻ വിരിച്ചു തരാം. നീ കരുതുന്നത് പോലെ നിന്റെ ശത്രുപാളയത്തിലെ വെറും ഒരു യോദ്ധാവല്ല ഞാൻ. ഗൗതം വിശ്വനാഥ്, ജേർണലിസ്റ്റ് വിശ്വനാഥന്റെ മകൻ. ഒരിക്കൽ നീ കത്തിച്ച പട്ടടയിൽ നിന്ന് തെറിച്ചു പോയ ഒരു കനൽ നിന്റെ ഒടുക്കത്തെ കാട്ടുതീയുടെ വിത്താകാൻ ചുട്ടുപഴുത്ത് കാത്തുകിടക്കായിരുന്നടാ ഇത്രയും കാലം. ചരിത്രം ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ മൊറൈസിന് മടിയില്ല പുള്ളേ. ഇതിന്റെ കാഞ്ചി വലിക്കാനുള്ള കരുത്ത് നിന്റെ കൈകൾക്കില്ല. നമുക്കിനിയും കാണണം. നിന്റെ ചാവ് മണി കൊട്ടിയിട്ടേ ഞാൻ ഈ കളം വിട്ടു പോകൂ. പാപത്തിന്റെ ശിഷ്ടം തേടിയെത്തിയല്ലേ? ഈ യുദ്ധത്തിൽ എന്റെ ഭർത്താവ് തോറ്റുപോകുമല്ലോ എന്നാണ് എന്റെ പേടി. ഒഴിച്ചു കുളം തോണ്ടിയപ്പോ അറിയാതെ കയ്യിന്ന് വഴുതി വീണ വിത്ത് വളർന്ന് മരമായി ഇന്ന് വഴിമുടക്കുന്നു. അനുവാദം തന്നാൽ ഒരു നിമിഷം കൊണ്ട് വെട്ടിയറിയാം. വേണം, പക്ഷെ അതിനു മുമ്പ് ആരാണ് അതിനെ വളമിട്ട് വളർത്തിയെന്നറിയണം. ഞാനാണ് മുന്ന. കൊല്ലം മുമ്പ് നീ ചെയ്തു കൂട്ടിയ പാതകങ്ങൾക്ക് കണക്ക് ചോദിക്കാനാണ് നിന്റെ മാളത്തിലേക്ക് ഞാൻ മടങ്ങി വന്നത്. ഒറ്റയ്ക്കല്ല, നീ ഊതിപ്പറത്തിയ ചാരത്തിൽ നിന്നും ഞാൻ തോണ്ടിയെടുത്ത ഒരു കനലുമായി. ഗൗതം, ഒരിക്കൽ നീ വെട്ടിയെറിഞ്ഞ ഈ കൈക്ക് പകരം ഞാൻ വളർത്തിയെടുത്ത എന്റെ കൈയാണവൻ. കണ്ണു തുറന്ന് കാത്തിരുന്നോ, ആ കൈ നിന്റെ തലയെടുക്കും. ശത്രു ഒരാളല്ല, പലരാണ്. ഇനിയൊരംഗം നമ്മുടെ വിജയം ഉറപ്പാക്കിയിട്ട് മാത്രം. ഹായ് ഗൗതം. ലജ്ജയില്ലാതെ ഇങ്ങനെ പുറകെ നടക്കുന്ന ഒരു പെണ്ണിനോട് ഗൗതത്തിന് വെറുപ്പാണെന്നറിയാം. കാണാനുള്ള ആഗ്രഹം അടക്കാൻ ഏറെ ശ്രമിച്ചു, കഴിഞ്ഞില്ല. ഐ എം സോറി. ഒന്നോർത്താൽ മറ്റൊരു പെണ്ണായിരുന്നെങ്കിൽ ഗൗതത്തെ വെറുക്കുമായിരുന്നു. സ്വന്തം ഡാഡിയുടെ ശത്രുവിനെ അറിയാതെ ആരാധിച്ചു പോയ ഞാനൊരു വിഡ്ഢിയാണ്, അല്ലേ ഗൗതം? ആരുടെ ആരാധനയ്ക്ക് ഞാൻ അർഹനല്ല. നിനക്കെന്നെ വെറുക്കാം. എനിക്കതിനാവുന്നില്ല. ഇരുട്ടിന്റെ വഴിയെ പായുകയായിരുന്നു. ഗൗതം എന്നെ ഒന്ന് തടഞ്ഞു നിർത്തി. ആ ഞെട്ടലിൽ നിന്നുണർന്നപ്പോൾ കടന്നു വന്നത് തെറ്റിന്റെ വഴിയിലൂടെ ആയിരുന്നുവെന്ന് ബോധ്യപ്പെട്ടു. താങ്ക്സ്. എനിക്ക് അതിനെങ്കിലും കഴിഞ്ഞല്ലോ. ഗൗതം, എനിക്കൊരു പുതിയ ഷെറിനാകണം. ഡാഡി വലിച്ചെറിയുന്ന ബ്ലാങ്ക് ചെക്കുകളിലും ലഹരി മരുന്നുകളിലും അർത്ഥശൂന്യമായ ബന്ധങ്ങളിലും നഷ്ടപ്പെടുത്തി എന്നെ എനിക്കൊന്ന് വീണ്ടെടുക്കണം. Can you help me? ഷെറിൻ, ആ മനസ്സിന്റെ കോണിലെങ്ങാനും ഒരിടം. ഡോണ്ട് ബി സില്ലി.
എനിക്കൊന്ന് മാത്രമേ കഴിയൂ. ഞാൻ നിന്റെ നല്ലൊരു കൂട്ടുകാരനാകാം. കടന്നു വന്ന വഴികളിലൂടെ നീ ഇനി തിരിച്ചു പോവില്ലെന്ന് ഉറപ്പ് തന്നാൽ. Never, never in my life. മയക്കുമരുന്നിന് അടിമയാക്കി ഹേമന്ത് നിന്നെ മുതലെടുക്കുകയായിരുന്നു. അവൻ ഈ സിറ്റിയിലെ ലഹരി മരുന്ന് ലോകത്തിന്റെ രാജാവാണ്. ഒരു സത്യം ഞാൻ പറയട്ടെ, നിന്റെ ഡാഡിയുടെ വിശ്വസ്തനായ ആ അടിമയുടെ കയ്യിൽ നിന്നാണ് നിന്നെ ഞാനിന്ന് രക്ഷപ്പെടുത്തിയത്. I can't believe it. യു ഹാവ് ടു. നിന്നെ വീണ്ടെടുക്കണമെന്ന് നീ എന്നോട് പറഞ്ഞു. നിന്നെ വീണ്ടെടുക്കുന്നതോടൊപ്പം അവന്റെ മയക്കുമരുന്ന് റാക്കറ്റിൽ കുടുങ്ങിപ്പോയ ഒത്തിരി ചെറുപ്പക്കാരെ നമുക്ക് വീണ്ടെടുക്കാം. ക്യാൻ യു ഹെൽപ്പ് മീ? Yes, I will do it. ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. വിശേഷിച്ച് എന്തെങ്കിലും? ഉണ്ട്. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിശേഷം. നിന്റെ അച്ഛന്റെ ഈ ചിത്രത്തിന് ജീവൻ വെച്ച് എന്റെ ആത്മാവിന്റെ ശാന്തിക്കായി നീ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ നിനക്ക് ഉത്തരവുണ്ടോ? മനസ്സിലായില്ല. നിന്റെ അച്ഛനെ കൊന്ന ജേർണലിസ്റ്റ് വിശ്വനാഥന്റെ രക്തത്തിൽ കുരുത്ത വിഷച്ചെടി നിന്റെ കൺമുമ്പിൽ തഴച്ചു വളർന്നു നിൽക്കുന്നു. ഗൗതം, നിന്റെ അച്ഛന്റെ ചോരയ്ക്ക് കണക്കി ഒതുക്കാനുള്ള ഏറ്റവും നല്ല അവസരം. ഈ യുദ്ധം നമുക്കൊരുമിച്ച് പൂർത്തിയാക്കാം. നമ്മുടെ പത്മവ്യൂഹത്തിൽ നിന്നും അവൻ രക്ഷപ്പെടരുത്. അച്ഛനെ കൊന്നവന്റെ മകനോട് മകൻ പകരം ചോദിക്കുന്ന കുടിപ്പകയുടെ കഥ ഞാനും ആവർത്തിക്കും. ചോരയുടെ വില ഞാൻ അവനെ പഠിപ്പിക്കും. എന്റെ പ്രിയദർശിനി മോളെ, പൊന്നും വിലയുള്ള നിന്റെ തന്തയുടെ കയ്യൊപ്പിലല്ലേ ഈ പാവം മഹാദേവന്റെ കളി മുഴുവൻ. ഓ ശംഭോ മഹാദേവ. കാറിന്റെ താക്കോല്. ഏത് കാറ്? മൊറീസ് മലയാളി തന്നയച്ചതാ. കാറ് പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓ ഓ വൗ. കൊള്ളാം. ആഹാ. ഓ. നിന്റെ ജന്മാഭിലാഷം പൂവണിയുന്ന ഈ സുദിനം നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? മൊറേസ് മഹാമനസ്കന. കോൺഫറൻസ് കഴിഞ്ഞ് വരുന്ന പ്രിയയെ കൊല്ലാനുള്ള നിന്റെ പ്ലാൻ ഞാൻ പൊളിച്ചിട്ടും അയാൾ വാക്ക് മാറിയില്ല. പുതുപുത്തൻ ഫോറിൻ കാർ. ഇല്ലെങ്കിൽ I will shoot you. ഷൂട്ട് മീ. ഷൂട്ട് മീ യു സൺ ഓഫ് എന്താടാ ഇത്? എന്ന് മുതലാടാ പ്രിയദർശിനി മിൽസിന്റെ ഓഫീസിന്റെ അടുക്കളപ്പുറത്തായത്? I think this is very innovative. Look at these colors. Gautam, what is this? പ്രിയദർശിനി മിൽസിന്റെ വിശ്വസ്തനായ മാനേജർ മഹാദേവൻ, വിൽസൺ മൊറേസിന്റെ 30 വെള്ളിക്കാശിന് വേണ്ടി നിങ്ങളെ ഒറ്റുകൊടുത്ത യൂദാസ്. അയ്യോ, വിശ്വാസമാവുന്നില്ലല്ലേ? തെളിവുകൾ ഞാൻ തരാം. ഇതൊക്കെ എന്താണെന്നറിയോ? പ്രിയദർശിനി മിൽസിന്റെ തലയിലെടുത്ത് മാറ്റാൻ ഈ തെണ്ടി ഉപയോഗിച്ച വിശുദ്ധ വസ്തുക്കൾ. ഇരുപത് കൊല്ലം എന്റെ ഉപ്പും ചോറും തിന്നതിന്റെ കൂലി എനിക്ക് നീ തന്നു. ഇനി നിങ്ങൾക്ക് വേറെന്തറിയണം? പ്രിയയെ കൊല്ലാൻ കൂട്ടുനിന്നതിന്റെ കഥകൾ ഇവന്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കണം. ഇനി എന്തിനു ബാക്കി വെച്ചേക്കണം?
കൊല്ല്. എന്നെ എന്റെ മകളെയും കൊല്ല്. ഡാഡി ഇവനെ പോലീസിൽ ഏൽപ്പിക്കൂ. വേണ്ട മോളെ, വേണ്ട. ഇവനെ വിശ്വസിച്ച് എന്റെ കരളും പറിച്ച് കയ്യിൽ വെച്ച് അവൻ സ്വൈര്യമായി നടക്കട്ടെ. എടാ, ഒരു നേരത്തെ ആഹാരത്തിന് തെണ്ടി തിരിഞ്ഞ് ഈ വീടിന്റെ പടി കടന്ന് വന്നവനാണ് നീ. പിടിച്ച് മെത്തയിൽ കിടത്തിയപ്പോൾ ഇത്രയ്ക്ക് വിഷം പുറ്റിയ പാമ്പാണെന്ന് കരുതിയില്ലടാ ദ്രോഹി. ചെല്ല്. എന്റെ കുഞ്ഞുങ്ങളുടെ തലയെടുക്കാൻ മൊറൈസിന് ഇനിയും നിന്നെ ആവശ്യം വരും. പോടാ. മാപ്പ് എല്ലാത്തിനും. ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു. ഇവിടെ വന്നു ഒറ്റയ്ക്ക് നിന്ന് സ്വപ്നം കാണായിരുന്നോ? എന്താ ഇത് പ്രിയ? ബിഹേവ് യുവർ സെൽഫ്. ഗൗതത്തിനോടുള്ള എന്റെ സ്നേഹത്തിന് ഡാഡിയുടെ പച്ചക്കൊടി. സ്നേഹോ? ഈ തെരുവ് കൊണ്ടുകട. ഞാൻ വെറും ഒരു ബോഡി ഗാർഡല്ലേ. വാക്കുകൾ കൊണ്ട് ഗൗതത്തെ ഞാൻ ഒത്തിരി മുറിപ്പെടുത്തിയിട്ടുണ്ട്. ഗൗതം, ഐ ലവ് യു. നോക്കൂ, ചോക്ലേറ്റ് തിന്നുന്ന ലാഘവത്തോടെ കാമുകനെ തിരഞ്ഞെടുക്കുന്ന ഒരു വിഡ്ഢിപ്പെണ്ണിനെ നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നെ മനസ്സിലാക്കാൻ ഗൗതത്തിന് കഴിയുന്നില്ല. നോ, എന്റെ ഭാഷയിൽ പ്രേമം എന്ന വാക്കില്ല. എന്നോ കുറിച്ച ഒരു അംഗത്തിന്റെ അവസാന അധ്യായത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു യോദ്ധാവാണ് ഞാൻ. എന്റെ രക്ഷകനെ അറിയാതെ ഉള്ളുകൊണ്ട് ഒത്തിരി മോഹിച്ചു പോയി. എന്റെ സ്നേഹം നിഷേധിക്കാൻ എന്തിനീ മുഖംമൂടി? അതെ, മുഖംമൂടി തന്നെ. എന്നെ വിട്ട് നീ ഓടിപ്പോകുമെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ ആ ഓർമ്മകളുടെ ചാരം ചിക്കിച്ചിക്കാം. ചിരിച്ചും കളിച്ചും തുമ്പിയുടെ ചിറകൊടിച്ചും പുസ്തകത്താളുകൾക്കിടയിൽ മയിൽപ്പീലി ഒളിച്ചു വെച്ചും മനസ്സിനെ ചിലങ്ക് കെട്ടി നടന്നിരുന്ന ഒരു ബാല്യം എനിക്കുമുണ്ടായിരുന്നു. ചേച്ചി സ്റ്റെപ്പ് തെറ്റിച്ചു. എന്നാ നീ ഒന്ന് വന്ന് കാണിച്ചേ. 1 2 3 4 1 2 3 4 1 2 3 4. അമ്മേ, ഞാൻ കാണിച്ചതല്ലേ ശരി? ദേ, ഇത് കണ്ടോ? ഇനിയിപ്പൊ നൃത്തം പഠിപ്പിക്കാൻ ഞാൻ വേണ്ട, മോൻ പഠിപ്പിച്ചോളും. ചേച്ചി, എനിക്കത് തരത്തില്ല. എത്ര നേരമായിട്ട് കയ്യിൽ വെച്ചോണ്ടിരിക്കാ? പോടാ. അമ്മേ, ഈ ചേച്ചിയോട് പറ എനിക്കത് തരാൻ. ഓ, അത് അവൻ എങ്ങോട്ട് കൊടുക്കും മോളെ. അങ്ങനെ ഇപ്പൊ കൊടുക്കുന്നില്ല. എടാ, അതിന്റെ തരാൻ. അയ്യോ, ഇത്ര വലുതായിട്ടും അവനോട് വഴക്കിടാൻ നിനക്ക് നാണമില്ലേ? രണ്ടിനും കുറുമ്പിത്തിരി കൂടുന്നുണ്ട്. മോനെ, മോൻ അതങ്ങോട്ട് ചേച്ചിക്ക് കൊടുത്തേക്ക്. മോൻ ഇതിനേക്കാൾ നല്ല മ്യൂസിക് ബോക്സ് അച്ഛൻ വാങ്ങിത്തരാം. ഇത് കൊള്ളില്ല, കൊടുത്തേക്ക്. എപ്പോ വാങ്ങിത്തരും? അത് അടുത്ത ബർത്ത്ഡേക്ക് വാങ്ങിത്തരാം കേട്ടോ. എനിക്കെങ്ങും വേണ്ട ചേച്ചിയുടെ പാട്ട് വെട്ടി. താങ്ക് യു. വളർന്ന പെണ്ണാണെന്ന് ഒരു വിചാരവും ഇല്ല. എത്ര വളർന്നാലും അവര് നമുക്കെന്നും കുട്ടികളല്ലേ. ആ, ഇത് നാളെ പത്രത്തിൽ വരേണ്ട മാറ്ററാ. ഞാനിത് കൊടുത്തിട്ട് വരാം. എന്താ മുന്നാ തിരക്കിട്ട്? റെയിൽ പാളത്തിൽ വീണ്ടും ഒരു ശവശരീരം. ആരുടെ? ഇതും ഒരു പെൺകുട്ടിയുടെ. ഇതൊരു തുടക്കത പോലെയായല്ലോ. നോ, ഇനി ഇത് ആവർത്തിക്കാൻ നമ്മൾ അനുവദിച്ചൂടാ. അയ്യോ, എന്താണാവോ? എങ്ങനെ ഇത്?
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്? ഇറ്റ്സ് ഓൺലി ആൻ ആക്സിഡന്റ്. മറ്റെന്തെങ്കിലും സാധ്യത? നോക്കുമേ സാർ, ഞാൻ ഡോക്ടറാണ്, ജോലിസനല്ല. എന്താ സ്കൂപ്പ് പോലും തുടങ്ങോ? എല്ലാം പതിവ് വാക്കുകൾ തന്നെ, പുതുതായി പറയാൻ ആർക്കും ഒന്നുമില്ല. മുതലാളി വന്നിട്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞോ? കഴിഞ്ഞു. റിപ്പോർട്ട് കിട്ടിയില്ല. ആക്സിഡന്റ് ആണെന്ന് ഡോക്ടർ സൂചിപ്പിച്ചു. മുതലാളി, ഞങ്ങൾക്കുള്ള ഏക സ്വത്തായിരുന്നു അവൾ. അവളെ ആരോ ചതിച്ചതാണ്. എല്ലാം വിധിയെന്ന് കരുതി സമാധാനിക്കുക, അല്ലാതെ എന്ത് ചെയ്യാൻ? ആ കുട്ടി എന്റെ ഫാക്ടറിയിലെ ഏറ്റവും നല്ല തൊഴിലാളിയായിരുന്നു. തൽക്കാലം ഇത് വെച്ചോ, കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എന്റെ തൊഴിലാളിയുടെ കുടുംബം എന്റെ കുടുംബമാണ്. അവളെ ആരോ ചതിച്ചതാണ്, അവളെ ആരോ ചതിച്ചതാണ് മുതലാളി. സാർ, ഒന്ന് ചോദിച്ചോട്ടെ? ആരാ മനസ്സിലായില്ല? ഞാനൊരു പത്രക്കാരനാണ്, വിശ്വനാഥൻ. ഓ, അത് താനാണോ? താനും ഒന്ന് രണ്ട് പ്രാവശ്യം എന്നെ ചൊറിഞ്ഞിട്ടുള്ളതാ. ഈ നാട്ടിൽ നടക്കുന്ന ആത്മഹത്യ, അപകട മരണവും കൊലപാതകമാക്കി മാറ്റിയ സെൻസേഷൻ ഉണ്ടാക്കുന്നതാണല്ലോ തന്റെ വിനോദം. ഇയാള് പറയുന്ന പോലെ പത്രപ്രവർത്തനം വിനോദമൊന്നുമല്ല, ജനങ്ങൾക്ക് നേര് കാണിച്ചു കൊടുക്കാനുള്ള ആയുധമാണ്. ചെകുത്താൻ ഭേദബോധാൻ എന്ന് തുടങ്ങി. ഇവിടെ ചേരിയിലും ചെറ്റപ്പുരയിലും കിടക്കുന്ന പെർക്കികളെ സംഘടിപ്പിക്കാനും സംരക്ഷിക്കാനും നടക്കുന്ന നാലുകാശിന്റെ ഗുണ്ട. അല്ലേ ഇവരെന്നെ കുറെ ഒലത്തും. ഓവാ അതെ, തനിക്ക് എന്താ അറിയേണ്ടത്? ആ പെൺകുട്ടി നിങ്ങളുടെ ഫാക്ടറിയിലെ തൊഴിലാളിയായിരുന്നല്ലോ. അതെ, അതുകൊണ്ട് ഇതൊരു അപകടമരണമാണെന്ന്. എന്താ അങ്ങനെ സംഭവിച്ചു കൂടാന്നുണ്ടോ? എന്നാ കേട്ടോ, അവളെ മൊറൈസ് മൃഗീയമായി ബലാസംഗം ചെയ്ത് തല്ലിക്കുന്ന് റെയിൽവേ ട്രാക്കിൽ ഇട്ടതാ. എഴുതി പിടിപ്പീരെ, വായിച്ച് ജനങ്ങളൊന്ന് ഞെട്ടട്ടെ. സെൻസേഷൻ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പിന്നെങ്ങനെയാ? അല്ല, പണ്ട് സാറിന്റെ കാർ കയറി ഏതോ പെൺകുട്ടി. നിർത്തോ, അധികം ടോർച്ച് കളിക്കണ്ട. ചിലപ്പോ തന്റെ പേനയിൽ മഷിക്ക് പകരം ചോര നിറഞ്ഞെന്ന് വരും. ഇല്ല, ഇന്നലെ വൈകിട്ട് ഇവിടെ ആരും വന്നിട്ടില്ല. വെക്കോ. സത്യം പറഞ്ഞില്ലെങ്കിൽ കഴുത്തിയാൻ വിട്ടും. എനിക്കൊന്നും അറിയില്ല. നിനക്കൊക്കെ അറിയാം, അങ്ങ് മര്യാദക്ക് പറഞ്ഞോ. നോക്കൂ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഇതൊരു ആത്മഹത്യയാണെന്നാണ്. അതിനപ്പുറം അന്വേഷിക്കേണ്ട ചുമതല പോലീസിനില്ല. ആ റിപ്പോർട്ട് കള്ളമാണ്. സംഭവം നടന്ന ദിവസം മൊറേസിന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് അവളെ വിളിപ്പിച്ചിരുന്നു. മൊറേസും പങ്കാളികളും ചേർന്ന് അവളെ ബലാത്സംഗം ചെയ്തു. ആ ആഘാതത്തിൽ അവൾ മരിച്ചു. അതൊരു അപകടമോ ആത്മഹത്യയോ ആക്കി തീർക്കാൻ വേണ്ടി റെയിൽപാളത്തിലേക്ക് അവളെ വലിച്ചെറിയുകയായിരുന്നു. നിങ്ങളുടെ ആവേശം ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് കിട്ടിയ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ മാത്രമേ നടപടിയെടുക്കാൻ കഴിയൂ. മാത്രമല്ല, മരിച്ചുപോയ പെൺകുട്ടിയുടെ ബന്ധുക്കൾ പരാതി തന്നിട്ടുമില്ല. സാർ, അവർ മൊറേസിന് ഭയപ്പെടുന്നു. സ്വതന്ത്രമായ ഒരു അന്വേഷണം കൊണ്ട് മാത്രമേ സത്യം വെളിച്ചത്ത് വരൂ. നോ, പോലീസിന് ഇനി ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും കണ്ടെത്താനില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഫയൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. കഴിവറാ മോനെ, നിന്റെ പേന കൊണ്ട് നീ എന്റെ മുഖത്ത് തുപ്പിയല്ലേടാ? വിടില്ല. നിന്നെ മാത്രമല്ല, നിന്നെ സഹായിച്ച സകല തെണ്ടുകളെയും. അതുകൊണ്ട് പോയ മാനം തിരിച്ചു കിട്ടുമോ? മാനം അതെനിക്ക് മാത്രമല്ലല്ലോ, ആ ചെറ്റയ്ക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. ഫാക്ടറിയിൽ ആകെ കുഴപ്പമായിരിക്കുക. സാറിന് അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ അവരുടെ സമരം. നന്ദിയില്ലാത്ത പട്ടികള്. എന്താടാ എന്താടാ കിഴങ്ങ? ഞങ്ങളുടെ പെണ്ണുങ്ങൾ തന്റെ വെപ്പാട്ടിമാരല്ലോ. അധികം കിടന്ന് വിളിച്ചു കൂവിയാലേ ഫാക്ടറി അടിച്ച സീല് വെച്ച് കളയും. നീയൊക്കെ 3 നേരം വെട്ടി വിഴുങ്ങുന്നതേ ഞാൻ എറിഞ്ഞിരുന്ന പിച്ചക്കാശ. അത് ഓർമ്മ വേണം. വല്ല വീര പത്രക്കാരും എഴുന്നള്ളിച്ച വിട്ടിത്തം കെട്ട് മൊറൈസിന്റെ മേത്തുകയറാൻ വന്നാണല്ലോ. ആണാണോ പെണ്ണാണോ ഞാൻ നോക്കത്തില്ല, ചവിട്ടിയ കീറിക്കളയും. അമ്മയും പെങ്ങളും ഇല്ലാത്ത നാറി തന്റെ പിച്ചക്കാശിന് തൂക്കി വിൽക്കാനുള്ളതല്ലേ ഞങ്ങളുടെ മാനം. തൊഴിലാളി പെണ്ണുങ്ങൾക്ക് തൊഴാൻ മാത്രമല്ല, തന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പാനും അറിയാം. നാളത്തെ അരങ്ങേറ്റത്തിൽ എന്റെ മോളൊരു രാജകുമാരി പോലിരിക്കും. അച്ഛനായിരിക്കമ്മേ? ആയിരിക്കും. ആരാ? എന്താ? വിശ്വനാഥ് സാറിന് ഒരു അപകടം പറ്റി. പ്രസ്സിൽ നിന്ന് രാമേന്ദ്ര സാറിന്റെ കൂടെ സ്കൂട്ടറിൽ വരുമ്പോൾ ഒരു ലോറി രാമേന്ദ്ര സാർ മരിച്ചു. സാറിന് അല്പം കൂടുതലാ, വേഗം വേണം. അവിടെ കിടത്തിയിരിക്കുക.
അദ്ദേഹം എവിടെ? അദ്ദേഹം വരും. പക്ഷെ അതിനു മുമ്പ് ചില കണക്കുകളൊക്കെ പറഞ്ഞു തീർക്കാനുണ്ട്. ഞങ്ങളെ ഒന്നും ചെയ്യരുത്. കത്തി നിന്ന മൊറൈസിനെ ജനങ്ങൾ ആട്ടുകയും തുപ്പുകയും ചെയ്യുന്ന കരിക്കോലമാക്കി മാറ്റാൻ നിന്റെ മറ്റവന് ഒരു തുള്ളി മഷി മതിയായിരുന്നു. അവൻ എന്റെ തോലുരിച്ചു. എനിക്ക് നഷ്ടപ്പെട്ട മാനം അവൻ എന്തിനാ? നീ സുന്ദരിയാ, നിന്റെ മോളും. അയ്യോ, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ കാലിൽ വീണ് മാപ്പ് ചോദിക്കാം. ഞങ്ങളെ ഒന്നും ചെയ്യരുത്. നിന്റെ കെട്ടിയോന്റെ ഭാഷയില് ഞാനൊരു പെണ്ണുപിടിയനാ. പിഴിഞ്ഞ് ചാറെടുക്കാനല്ല, തല്ലിക്കൊഴിക്കാൻ എനിക്കിഷ്ടം. നാളത്തെ പത്രത്തില് ഞാനൊരു തലക്കെട്ട് കൊടുക്കും. ആദർശധീർണായ പത്രപ്രവർത്തകൻ വിശ്വനാഥന്റെ ഭാര്യയും മകളും അല്ല, ഞാൻ കൊടുത്തോളാം. കൊല്ലരുത്. That's it. വരൂ. സത്യം പറഞ്ഞതിന് ഞാൻ കൊടുക്കേണ്ടി വന്ന വില എന്റെ മാധവിയുടെയും ഒന്നും അറിയാത്ത എന്റെ പൊന്നുമോളുടെയും ജീവിതമായിരിക്കുമെന്ന് ഞാൻ ഓർത്തില്ല സാർ. സോറി മിസ്റ്റർ വിശ്വനാഥൻ, എനിക്ക് അവരെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എന്റെ കടമ ചെയ്തു. എനിക്കതിൽ ദുഃഖമുണ്ട്. കോൺസ്റ്റബിൾ, നമുക്ക് വീട്ടിൽ പോവാ. എനിക്ക് പേടിയാവുന്നു. പോകാം മോളെ, പോകാം. ആരും വരാത്ത എങ്ങോട്ടെങ്കിലും പോകാം.